أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദർസിൽ സൂറ കൗസറിൻ്റെ അവതരണ പശ്ചാത്തലവും അതിന് മുമ്പുള്ള സൂറ മാഊനുമായിട്ടുള്ള ബന്ധവുമായിരുന്നു മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിരുന്നത്. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉസൂർ തുടർന്ന് പറയുകയാണ്. സൂറ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ അവതരിച്ച സൂറത്താണ്. എന്നാൽ ഇതിൽ പ്രവാചകൻ്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന പ്രവചനങ്ങളാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് പ്രവാചകൻ്റെ മഹത്വം എന്തായിരിക്കും, വിശുദ്ധ ഖുർആൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയത്ത് ഖുർആൻ്റെ മഹത്വം എന്തായിരിക്കും തുടങ്ങുന്ന പ്രവചനങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഈ സൂറത്ത് നുബുവത്തിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വർഷമാണ് അവതരിക്കുന്നത്. ആ സമയത്ത് വെറും 8-10 ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിരുന്നുള്ളൂ. വെറും 15-20 ചെറിയ സൂറത്തുകൾ മാത്രമേ ആ കാലഘട്ടത്തിൽ അവതരിച്ചിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ചുള്ള മറ്റ് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും ആ സമയത്ത് പൂർത്തിയായിരുന്നില്ല. ആ സമയത്താണ് അള്ളാഹു ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്തുന്നത്. പറയുന്നത്, മക്കവാസികളെ, വിശുദ്ധ ഖുർആൻ ചില സ്വഭാവ സംസ്കരണവുമായി മാത്രം ബന്ധമുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. അത് പരിപൂർണമാകാൻ പോകുന്ന ഒരു ഗ്രന്ഥമാണ്. പ്രവാചകന് ഒരു മഹത്വവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഏറ്റവും മഹത്വമുള്ള പദവിയിൽ വിരാജിക്കുന്ന പ്രവാചകനാണ്, അവിടുന്ന് കൗസറാണ്. കൗസർ എന്ന പദത്തിൽ തന്നെ പ്രവാചകൻ്റെ ജീവിതവും നൽകപ്പെട്ടിട്ടുള്ള ജ്ഞാനങ്ങളും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും വിജയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഈ സൂറത്തിൻ്റെ അവതരണ സമയത്ത് പ്രവാചകനൊപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ശത്രുക്കൾ മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കൂട്ടർ ലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജമാഅത്തായി മാറും, ഒരു കൂട്ടമായി മാറും എന്ന് പറയുന്നതും എത്ര വലിയ ഒരു തെളിവാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് വിശുദ്ധ ഖുർആൻ ഈ വിധത്തിലുള്ള ഒരു പ്രവചനം നടത്തുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള അനുഗ്രഹങ്ങൾ താങ്കൾക്ക് നൽകപ്പെടുന്നതാണ്. അളവറ്റ കാരുണ്യം താങ്കൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. പരിപൂർണമായ ഗ്രന്ഥമാണ് താങ്കൾക്ക് നൽകപ്പെടുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പ്രവചനമായി അള്ളാഹു നൽകുകയും അതെല്ലാം പൂർത്തിയായതായിട്ട് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശത്രുക്കളും സുഹൃത്തുക്കളും ഒരേ ശബ്ദത്തിൽ സാക്ഷ്യം നൽകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലോകത്ത് ആഗതരാകുമ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അവർ എപ്പോഴും തന്നെ വിജയികളായിരിക്കുമെന്നുള്ളത്. ഈ വാഗ്ദാനം എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കെല്ലാം അള്ളാഹു വിജയം പ്രദാനം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു ശത്രുക്കൾക്ക് മേൽ വിജയം നൽകുകയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് നൽകുന്ന വാഗ്ദാനം വെറും ശത്രുക്കൾക്കുമേൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതല്ല, മറിച്ച് ആ വിജയം മറ്റുള്ള പ്രവാചകന്മാരുടെ വിജയത്തേക്കാൾ ഉന്നതമായിരിക്കും. മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള വിജയമായിരിക്കും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകുക. അതിനെയാണ് ഇവിടെ കൗസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വാഗ്ദാനം അള്ളാഹു നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ നിസാരനായിരുന്ന അവസ്ഥയിലാണ്. ആരും തന്നെ പ്രവാചകനൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ കാലഘട്ടം കഴിയുന്തോറും സൂറ കൗസറിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തിയായിക്കൊണ്ടേയിരുന്നു. പിന്നീട് സൂറ കൗസറും സൂറ മാഊനുമായിട്ടുള്ള രണ്ടാമത്തെ ബന്ധത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. സൂറ മാഊനിൽ ദീനിനെ നിഷേധിക്കുന്നവരുടെ 4 തിന്മകളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അനാഥരെ അവഗണിക്കുകയും അഗതികൾക്ക് ഭക്ഷണം നൽകുന്നത് പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പിശുക്ക് കാണിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞ തിന്മ നമസ്കാരം ഉപേക്ഷിക്കുക, അതായത് ഒരു ഭാഗത്ത് പിശുക്ക് കാണിക്കുകയും രണ്ടാമതായി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ കുറവ് കാണിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ തിന്മയായി പറയുന്നത് വിശ്വാസത്തിലുണ്ടാകുന്ന കുറവാണ്. അതിൻ്റെ ഫലമായി മനുഷ്യരിൽ ശിർക്കിൻ്റെ ചിന്താഗതികൾ ഉടലെടുക്കുകയും അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധ കുറയുകയും ചെയ്യുന്നു. അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും
അത് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങളായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ന് കരുതിക്കൊണ്ടുള്ള നമസ്കാരങ്ങളായിരിക്കും. അതായത് മനുഷ്യർക്ക് തന്നെ ദൈവത്വം നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക. നാലാമതായി പറയുന്നത് ചെറിയ നന്മകളിൽ നിന്നു പോലും അവർ ജനങ്ങളെ തടയുന്നു. വയം നഊനൽ മാഊൻ, മറ്റുള്ളവർക്കായി ചെയ്യാൻ സാധിക്കുന്ന ചെറിയ സഹായങ്ങൾ പോലും അവർ ചെയ്യുന്നില്ല. സൂറ മാഊനിൽ വിവരിച്ച മുസ്ലിങ്ങളിലും കപടവിശ്വാസികളിലും കാണപ്പെടുന്ന 4 തിന്മകളാണ് ഇതെല്ലാം. ഇതിനു പകരമായി ഈ സൂറത്തിൽ, സൂറ കൗസറിൽ, വിശ്വാസികളിലും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ കാണപ്പെടുന്ന 4 സവിശേഷ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞത് കൗസർ എന്നുള്ള ഗുണമാണ്. അതിൻ്റെ അർത്ഥം വളരെ കൂടുതൽ ആധിക്യം എന്നൊക്കെയാണ്. അതായത് വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി പറയുന്നത് അവർ വളരെയധികം മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും. രണ്ടാമത്തെ ഗുണമായി പറയുന്നത് ഫസ്വല്ലി, അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സൂറത്തിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സൂറത്തിൽ പറയുന്നത് കൗസർ എന്നുള്ള പദവിയിൽ എത്തിയതിന് ശേഷം അതിൻ്റെ എല്ലാ കടമകളും നിറവേറ്റുന്ന വിധത്തിലുള്ള നമസ്കാരത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ സൂറത്തിൽ മൂന്നാമതായി പറഞ്ഞിരുന്നത് ആ നമസ്കാരങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങളായിരിക്കുമെന്നാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഫസ്വല്ലി ലി റബ്ബിക്, ആ നമസ്കാരങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള, റബ്ബിന് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങളായിരിക്കും. നാലാമതായി കഴിഞ്ഞ സൂറത്തിൽ ചെറിയ തിന്മകളിൽ നിന്ന് പോലും വിലക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് വൻഹർ, അല്ലയോ എൻ്റെ വിശ്വാസികളായ ദാസരെ, നിങ്ങൾ ബലിയർപ്പിക്കുക, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുക. ഈ വിധത്തിൽ കഴിഞ്ഞ സൂറത്തിൽ മുസ്ലിങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കുമുണ്ടാകുന്ന തിന്മകളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ സൂറത്തിൽ അതിന് പകരമായി യഥാർത്ഥ വിശ്വാസികളുടെ 4 ഗുണങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഈ വിധത്തിലാണ് കഴിഞ്ഞ സൂറത്തുമായി ഈ സൂറത്തിനെ, സൂറ മാഊനുമായി സൂറ കൗസറിനെ അള്ളാഹു ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.